ഇന്ന് കഥകളുടെ ഈ മഹാസാഗരത്തിൽ ആന്റൺ ചെക്കോവിന്റെ വിശ്വപ്രസിദ്ധമായ കഥ പന്തയം. ഈ കഥ കണ്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഥകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ അത് ഞങ്ങളെ സഹായിക്കും. നമസ്കാരം. കഥാകഥന സാഗരത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം. മനുഷ്യൻ സ്വന്തം ജീവിതത്തിന് നൽകുന്ന വില എന്താണ്? വെറും 20 ലക്ഷം രൂപയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 15 വർഷങ്ങൾ ഹോമിക്കാൻ ഒരാൾ തയ്യാറാകുമോ? ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് റഷ്യൻ സാഹിത്യത്തിലെ ഇതിഹാസം ആന്റൺ ചെക്കോവിൻ്റെ പന്തയം എന്ന വിഖ്യാത കഥയിലൂടെയാണ്. ഇതൊരു വെറും പന്തയത്തിൻ്റെ കഥയല്ല, മറിച്ച് ഏകാന്തതയുടെ അഗാധതയിൽ ഒരു മനുഷ്യൻ നടത്തുന്ന വിചിത്രമായ കണ്ടെത്തലുകളുടെയും അത്യാഗ്രഹത്തിൻ്റെ മുനമ്പിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ നടത്തുന്ന കൊലപാതക ശ്രമത്തിൻ്റെയും ഉദ്വേഗഭരിതമായ കഥയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ശൈത്യകാല രാത്രി. ആകാശം മഞ്ഞുവീഴ്ചയാൽ വെളുത്തിരുന്നു. പ്രമുഖ ബാങ്കറുടെ ആഡംബര ബംഗ്ലാവിൽ ഗംഭീരമായി ഒരു വിരുന്ന് നടക്കുകയാണ്. നഗരത്തിലെ പ്രമുഖർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. മദ്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ലഹരിക്കിടയിൽ ചർച്ച വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തിലേക്ക് വഴിമാറി. വധശിക്ഷയാണോ അതോ ജീവപര്യന്തമാണോ കൂടുതൽ ക്രൂരം? ബാങ്കർ തൻപോരിമയിൽ എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, എൻ്റെ അഭിപ്രായത്തിൽ വധശിക്ഷയാണ് കൂടുതൽ മാനുഷികം. അത് നിങ്ങളെ പെട്ടെന്ന് മരണത്തിലേക്ക് അയക്കുന്നു. എന്നാൽ ജീവപര്യന്തം, അതൊരു മനുഷ്യനെ നിമിഷം തോറും കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനങ്ങനെ നരയിക്കണം? എന്നാൽ സദസ്സിലുണ്ടായിരുന്ന ഒരു യുവ അഭിഭാഷകൻ ഇതിനോട് വിയോജിച്ചു. ഞാൻ യോജിക്കുന്നില്ല. വധശിക്ഷയും ജീവപര്യന്തവും ഒരുപോലെ മോശമാണെങ്കിലും എങ്ങനെങ്കിലും ജീവിക്കുന്നത് ഒന്നുമില്ലാതെ മരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ഏകാന്തതയുടെ നടുവിലായാലും എനിക്ക് ജീവിക്കണം. ജീവനുണ്ടെങ്കിൽ പ്രത്യാശയുണ്ട്. ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ എപ്പോഴും വരാം. അതൊരു നല്ല സാധ്യതയാണ്. യുവ അഭിഭാഷകന്റെ മറുപടി ബാങ്കറെ പ്രകോപിപ്പിച്ചു. അയാൾ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു പന്തയം വെക്കാം. 15 വർഷം പൂർണ്ണമായ ഏകാന്തതയിൽ കഴിയാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ 20 ലക്ഷം റൂബിൾസ് നിനക്ക് തരാം. പന്തയത്തിൽ തോറ്റാൽ എനിക്ക് നിന്റെ 1 രൂപയും വേണ്ട. അഭിഭാഷകൻ ആ വെല്ലുവിളി അംഗീകരിച്ചിരിക്കുന്നു. 5 വർഷമല്ല, 10 വർഷമല്ല, 15 വർഷം ഞാൻ ഏകാന്തതയിൽ കഴിച്ചു കാണിച്ചു തരാം. നാളെ മുതൽ എൻ്റെ തടവുകാലം തുടങ്ങിക്കൊള്ളൂ. ബാങ്കറുടെ പൂന്തോട്ടത്തിലെ ഒരു ചെറിയ മുറിയിൽ അഭിഭാഷകൻ തൻ്റെ തടവുകാലം ആരംഭിച്ചു. നിബന്ധനകൾ കഠിനമായിരുന്നു. ഒരു മനുഷ്യൻ്റെ മുഖം കാണരുത്, ശബ്ദം കേൾക്കരുത്, ജനലിലൂടെ പുറത്തേക്ക് ഒരു കുറിപ്പ് നൽകാം, അതുവഴി പുസ്തകങ്ങളും മറ്റും ആവശ്യപ്പെടാം. ആദ്യ വർഷം അഭിഭാഷകൻ കഠിനമായ നിശബ്ദതയിൽ തളർന്നുപോയി. അയാൾ പിയാനോയിൽ ദയനീയമായ സംഗീതം മീട്ടി. ആ മുറിക്കുള്ളിൽ നിന്ന് അയാളുടെ പൊട്ടിക്കരച്ചിൽ പലപ്പോഴും കാവൽക്കാർ കേട്ടു. ഭ്രാന്തമായ ഏകാന്തത അയാളെ വേട്ടയാടി. എന്നാൽ 2ാം വർഷം മുതൽ സംഗീതം നിലച്ചു. പകരം അയാൾ പുസ്തകങ്ങളിലേക്ക് തിരിഞ്ഞു. അയാൾ ചരിത്രം പഠിച്ചു, സാഹിത്യം വായിച്ചു. 6ാം വർഷമായപ്പോൾ അയാൾക്ക് 6 വ്യത്യസ്ത ഭാഷകൾ പഠിക്കണമെന്ന് തോന്നി. അയാൾ ബാങ്കർക്ക് ഒരു കുറിപ്പ് നൽകി. എനിക്ക് 6 ഭാഷകളിലെ പുസ്തകങ്ങൾ തരൂ. ഈ ഭാഷകളിൽ ഞാൻ എഴുതുന്ന കുറിപ്പുകളിൽ ഒരു തെറ്റുപോലുമില്ലെങ്കിൽ അത് എനിക്കൊരു വലിയ വിജയമായിരിക്കും. 10ാം വർഷം കഴിഞ്ഞപ്പോൾ അയാൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നീട് തത്വചിന്തയും ശാസ്ത്രവും. വിചിത്രമെന്ന് പറയട്ടെ, അവസാന വർഷങ്ങളിൽ അയാൾ ഒന്നും വായിച്ചില്ല. പകരം ഇരുന്ന് ചിന്തിച്ചു. അയാൾക്ക് ഭക്ഷണത്തോടോ മദ്യത്തോടോ പുസ്തകങ്ങളോടോ താല്പര്യമില്ലാതായി. അയാൾ ഒരു മഹാമൗനത്തിലേക്ക് വഴുതി വീണു. 15 വർഷം തികയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. അന്ന് രാത്രി ബാങ്കർ തൻ്റെ മുറിയിൽ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. പണ്ട് അതിസമ്പന്നനായിരുന്ന അയാൾ ഇപ്പോൾ പാപ്പരാകാൻ പോവുകയാണ്. 20 ലക്ഷം നൽകിയാൽ അയാൾക്ക് പിന്നെ ഒന്നും അവശേഷിക്കില്ല. ആത്മകഥത്തിൽ അയാൾ ഇങ്ങനെ പറഞ്ഞു, നാളെ 12 മണിക്ക് അയാൾ പുറത്തിറങ്ങും. ഞാൻ തോൽക്കും. അതെൻ്റെ അവസാനമായിരിക്കും. പന്തയം തോൽക്കരുത്. അയാൾ മരിക്കണം. അതെ, അതുമാത്രമാണ് ഏക വഴി. അയാൾ മരിക്കണം.
രാത്രിയുടെ 3-ാം യാമം. മഞ്ഞു വീഴുന്ന പൂന്തോട്ടത്തിലൂടെ ബാങ്കർ രഹസ്യമായി അഭിഭാഷകന്റെ തടവറയിലേക്ക് നടന്നു. അയാളുടെ കയ്യിൽ തോക്കുണ്ട്. കാവൽക്കാർ പോലും മഞ്ഞിൽ ഉറങ്ങിപ്പോയിരുന്നു. മുറിയുടെ വാതിൽ അനായാസം തുറന്ന് ബാങ്കർ അകത്തേക്ക് കിടന്നു. അവിടെ കണ്ട കാഴ്ച അയാളെ ഭയപ്പെടുത്തി. ആകെ എല്ലും തോലുമായ നീണ്ട വെളുത്ത താടിയും മുടിയുമുള്ള ഒരു രൂപം മേശയിൽ തലചായ്ച്ചുറങ്ങുന്നു. ഒരസ്ഥികൂടം വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലെ. അയാൾ ശ്വസിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമായിരുന്നു. ബാങ്കർ തൻ്റെ കയ്യിലെ തലയിണയുമായി അയാളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാം എന്ന് കരുതി അടുത്തിരുന്നു. അപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന ഒരു കത്ത് അയാളുടെ കണ്ണിൽപ്പെട്ടത്. അഭിഭാഷകൻ മരിക്കുന്നതിന് മുമ്പ് അത് വായിക്കണമെന്ന് ബാങ്കർക്ക് തോന്നി. വിറയ്ക്കുന്ന കൈകളോടെ ബാങ്കർ ആ കത്തെടുത്തു. അതിൽ എഴുതിയിരുന്ന ഓരോ വരിയും അയാളുടെ നെഞ്ചിൽ തുളച്ചു കയറി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: മനുഷ്യരെ, നിങ്ങളുടെ ഈ 15 വർഷത്തെ മൗനത്തിലൂടെ ഞാൻ ലോകത്തെ അറിഞ്ഞു. നിങ്ങളുടെ കപ്പലുകൾ കാണാത്ത കടലുകൾ ഞാൻ കണ്ടു. നിങ്ങളുടെ പണത്തിന് വാങ്ങാൻ കഴിയാത്ത സ്വർഗരാജ്യങ്ങൾ പുസ്തകങ്ങളിലൂടെ ഞാൻ അനുഭവിച്ചറിഞ്ഞു. പക്ഷെ ഞാൻ ഒരു സത്യം മനസ്സിലാക്കി. നിങ്ങളുടെ ഈ ലോകം ചതിയാണ്. നിങ്ങളുടെ പണവും പ്രശസ്തിയും ഒക്കെ വെറും മായയാണ്. നാളെ നിങ്ങൾ എനിക്ക് തരാൻ പോകുന്ന 20 ലക്ഷം രൂപയെ ഞാൻ പുച്ഛത്തോടെ തള്ളിക്കളയുന്നു. പന്തയം അവസാനിക്കാൻ 5 മിനിറ്റ് ബാക്കി നിൽക്കെ ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകും. അങ്ങനെ മനഃപൂർവ്വം ഞാൻ ഈ പന്തയത്തിൽ തോൽക്കും. എനിക്ക് നിങ്ങളുടെ പണം വെറുപ്പാണ്. ബാങ്കർ തകർന്നുപോയി. പണത്തിനു വേണ്ടി താൻ കൊല്ലാൻ വന്ന മനുഷ്യൻ ആ പണത്തെ പുച്ഛത്തോട് ഉപേക്ഷിച്ചിരിക്കുന്നു. അയാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകി. താൻ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അയാൾ മെല്ലെ അഭിഭാഷകന്റെ ശിരസിൽ ചുംബിച്ചു. തോക്ക് വലിച്ചെറിഞ്ഞു. ബാങ്കർ തിരികെ തൻ്റെ മുറിയിലേക്ക് നടന്നു. ആ രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം അയാൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ കാവൽക്കാർ ഓടിവന്ന് പറഞ്ഞു, അഭിഭാഷകൻ രക്ഷപ്പെട്ടിരിക്കുന്നു. പന്തയം തീരാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ അയാൾ ജനലിലൂടെ പുറത്തേക്ക് ചാടി അപ്രത്യക്ഷനായി. ബാങ്കർ ആ കത്ത് ഭദ്രമായി ലോക്കറിൽ വെച്ചു. അത് തൻ്റെ അത്യാഗ്രഹത്തിനുള്ള ഒരു ശിക്ഷാരേഖയായിരുന്നു. 15 വർഷം ഏകാന്തതയിൽ കഴിഞ്ഞ മനുഷ്യൻ തൻ്റെ ഉള്ളിൽ ഒരു പുതിയ ലോകം കണ്ടെത്തി. പണത്തേക്കാൾ വലിയ സത്യം അറിവാണെന്നും മനുഷ്യൻ തേടിപ്പോകുന്ന സൗകര്യങ്ങൾ വെറും മിഥ്യയാണെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. പന്തയത്തിൽ അഭിഭാഷകൻ തോറ്റു. പക്ഷെ മനുഷ്യത്വത്തിൻ്റെ വലിയ പരീക്ഷയിൽ അയാൾ വിജയിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പന്തയം വെക്കുന്നത് പണത്തിനാണോ അതോ അറിവിനാണോ? കഥാകഥന സാഗരത്തിൻ്റെ ഈ തിരകളിൽ നിന്ന് അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.